ഇപ്പോൾ സുഹൃത്തുക്കൾ എന്നൊരു ഏട്ടൻ വല വീശാൻ വന്നിട്ടുണ്ട്, വല. അപ്പോൾ ചൈന വലയാണ് കേട്ടോ, കാണിച്ചു തരാം. അത് വീശിയിട്ട് മീനിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, കണ്ണാടി മീൻ എന്നാണ് പറയല്. പക്ഷെ ഇത് വലയെ കുടുങ്ങിയാൽ എടുക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടുണ്ട് നല്ല ടേസ്റ്റ് മീനാന്ന് പറഞ്ഞു. കഴിച്ചിട്ടില്ല. ഇത് കൂട്ടായിട്ടുണ്ടാവുള്ളൂ. ഒരു കൂട്ടത്തിൽ ഇങ്ങനെ വീശിയപ്പോൾ കിട്ടിയതാണ്. കണ്ടില്ലേ, കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് വലയിൽ പെട്ടാൽ സാധനം എടുക്കാൻ നല്ല പണിയാണ്. പക്ഷേ കിട്ടിയാൽ നമ്മളെ നത്തോലി ഇല്ലേ, നത്തോലി പോലത്തെ ഒരു മീനാണ്. നല്ല ടേസ്റ്റാണ്, പൊരിച്ചാൽ അടിപൊളിയാണ്. അത് വരുന്ന നമ്മളെ ഏട്ടനാ വരുന്നുണ്ട്. ആ ഏട്ടൻ്റെ മീനാണ് സംഭവം, ഏട്ടൻ്റെ വലയാണ്. അല്ലെന്ന് ചൂണ്ടക്കാരൊന്നുമില്ല, ഏകദേശം വെള്ളം ഇളകിയിട്ട്, വെള്ളം കൂടിയിട്ട് ആൾ കുറവാണ്. അവിടെ രണ്ടാൾക്കാരുണ്ട്, അതന്നെ ഉള്ളൂ, നടന്നില്ല. മീൻ കൊത്തണില്ല, വെള്ളം ഇങ്ങനെ ഇളകിയിട്ട് മീനൊക്കെ തുള്ളി പോവാണ്. ആരുമില്ല. ഞങ്ങളൊരു 4 ആൾക്കാർ, 5-6 ആൾക്കാരൊന്നും ഉള്ളു. അപ്പം അത് ഏട്ടൻ്റെ ഭാഗ്യം കൊണ്ട് ഇതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ, നല്ല ടേസ്റ്റ് അല്ലേ ഏട്ടാ മീൻ? പൊരിച്ചിന അടിപൊളിയായിരുന്നു, വറക്കാൻ അടിപൊളിയല്ലേ? ഗ്ലാസ് മീനില്ല, ഗ്ലാസ് മീൻ എന്നാ പറയുന്നില്ലേ? വലിയ മീൻ ഉണ്ടാവില്ലല്ലേ? ഇത് തിന്നാ വലിയ മീൻ ചാവും. അതെ, മുള്ളുകൊണ്ടിട്ട്. മുള്ള അത്രയും ഇതാണ്. ഇത് കൂട്ടം കൂടി നിൽക്കും, കൂട്ടം കൂടി നിൽക്കും. ഇത് തിന്ന് വലിയ മീനുകൾ ഇതിനെ തിന്നു കഴിഞ്ഞാൽ വലിയ മീൻ ചാവുന്ന പറയണം. ഇതുള്ളടത്ത് വലിയ മീൻ ഉണ്ടാവില്ല, തിന്നാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ എടുക്കുമ്പോൾ അറിഞ്ഞില്ലേ, വേറെ കുടലൊക്കെ കാണും. ഇതാണാ മീൻ, ഇതാണാ മീനിട്ടാ. അതുകൊണ്ട് അതിന്റെ അപ്പുറം കാണാം. അതെ, അങ്ങനെ നോക്കിയാൽ മാനം കാണാം, മാനം കാണാം. അതുപോലത്തെയാണ് സാധനം. എടുക്കണേ കുറച്ച് പണിയാണ്, ഒഴിഞ്ഞു വരില്ല. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് മീൻ കേട്ടോ, ശരിക്കും നോക്കുള്ളൂ. ഇത് കണ്ണാടി മീൻ അത് പറയാൻ, കണ്ണാടി മീൻ. നമുക്കിതിനെപ്പറ്റി അറിയാം, ഞാൻ ആദ്യമായിട്ട് കാണാം. നമ്മളെ നത്തോലി ടൈപ്പുള്ളൊരു മീനാണ് സംഭവം. ഏട്ടൻ പറയണത് ഇത് അടിപൊളിയാണ്.